പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന കുഞ്ഞാണ്. യേശു പാപമായി തീർന്നു. ആ ക്രൂശിൽ നമുക്ക് വേണ്ടി എന്താണ് ദൈവം ചെയ്തത്? യേശു പാപമായി തീർന്നു. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന്, ആ പെനാൽറ്റിയിൽ നിന്ന്, പൈശാചിക അടിമത്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കാൻ യേശു പാപമായി തീർന്നു. യേശു നമ്മുടെ പാപത്തെ വഹിച്ചു. നമ്മുടെ പാപത്തെ വഹിച്ചു എന്ന് മാത്രമല്ല, യേശു നമ്മുടെ രോഗത്തെ വഹിച്ചു, നമ്മുടെ വേദനകളെ ചുമന്നു. നിങ്ങളുടെ വേദനകൾ, നിങ്ങളുടെ വ്യാധികൾ, നിങ്ങളുടെ രോഗങ്ങൾ, നിങ്ങളുടെ അസുഖങ്ങൾ, അതെന്തായിക്കോട്ടെ, ഒരു നിമിഷം ക്രൂശിൽ കിടക്കുന്ന, കാൽവറിയിൽ നിങ്ങൾക്ക് വേണ്ടി ആ കഷ്ടം അനുഭവിക്കുന്ന, ആ യാഗം അനുഭവിക്കുന്ന യേശുവിലേക്ക് നിങ്ങളുടെ കണ്ണുകളൊന്ന് നിങ്ങളൊന്ന് ഉയർത്തണമേ. നിങ്ങൾക്ക് വേണ്ടി പാപമായി തീരുകയാ, നിങ്ങൾക്ക് വേണ്ടി രോഗിയായി തീരുകയാ. യേശുവിന്റെ ശരീരം അടിക്കപ്പെടുകയാണ്.